ഇനി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ സീരിയലൈസബിലിറ്റി ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് കൺകറൻസി കൺട്രോൾ അച്ചീവ് ചെയ്യാനുള്ള അടുത്ത സെക്ഷനാണ് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ്. ഓക്കെ, ഇതിനകത്ത് മെയിൻലി പറയുന്നത് ഹൗ വി ക്യാൻ ആക്സസ് എ ട്രാൻസാക്ഷൻ. അതായത് ഒരു ഡാറ്റാബേസ് ഐറ്റം ഒരു ട്രാൻസാക്ഷൻ ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള ട്രാൻസാക്ഷൻസിന് അതിന് ആക്സസിബിലിറ്റി കിട്ടാതെ, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് മാനറിൽ എങ്ങനെയാണ് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സെയിം ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ഡാറ്റാബേസ് ഐറ്റം ആക്സസ് ചെയ്യും ഒരു ട്രാൻസാക്ഷനിൽ. അപ്പോൾ അത് ഓരോന്നും ഏത് രീതിയിലാണ് അതിനെ ഐസൊലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ, ഒരു ടിക്കറ്റ് റിസർവേഷൻ സിസ്റ്റം, അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെയിം ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് അതിനെ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു യൂസർ അതിനെ ആക്സസ് ചെയ്യുമ്പോൾ വേറൊരു യൂസറിന് അതിന്റെ ആക്സസിബിലിറ്റി എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് വേറൊരു യൂസറിന് അതിനകത്തുള്ള ഡാറ്റാബേസ് ഐറ്റം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം, അതിനെ എൻഷുർ ചെയ്യാനുള്ള കുറച്ച് പ്രോട്ടോകോൾസ് ആണ് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് മാനറിൽ നമുക്ക് ഡാറ്റാബേസ് ഐറ്റം ആക്സസ് ചെയ്യാൻ പറ്റണം. അത് എൻഷുർ ചെയ്യാനുള്ള പ്രോട്ടോകോൾസ് ആണ് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒരു ഡാറ്റാബേസ് ഐറ്റം അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ വേറൊരു ട്രാൻസാക്ഷന് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ഒരു ഒരു ടിക്കറ്റ് റിസർവേഷൻ സിസ്റ്റത്തിൽ നമുക്കിപ്പോ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ഡാറ്റാബേസ് ഐറ്റം റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ ടൈം ഒരു യൂസറിനാണ് ആ ഡാറ്റാബേസ് ഐറ്റം റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ വരുന്ന ഡാറ്റ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് മാറും. അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ്. അപ്പൊ അതിനകത്ത് ആക്ച്വലി ഒരു ടേം ഉണ്ട്, ലോക്ക് എന്ന് പറഞ്ഞ ടേം. അപ്പൊ അതിനകത്ത് പറയുന്ന സംഭവം എന്താന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ ഒരു ഡാറ്റാബേസ് ഐറ്റം ആക്സസ് ചെയ്യുമ്പോൾ അതിനകത്ത് ആക്ച്വലി ആ ഡാറ്റാബേസ് ഐറ്റം ആ ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഡാറ്റാബേസ് ഐറ്റം ഒരു ട്രാൻസാക്ഷൻ അതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി ആ ട്രാൻസാക്ഷൻ ആ ഡാറ്റാബേസ് ഐറ്റത്തിനെ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോളിൽ ലോക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വേരിയബിൾ അസോസിയേറ്റഡ് വിത്ത് എ ഡാറ്റാബേസ് ഐറ്റം that describes the status of the item with respect to possible operations that can be applied to it. അതായത് നമ്മളിപ്പോ ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോളിൽ ലോക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. കറന്റ്ലി ഏത് ട്രാൻസാക്ഷൻ ആണോ അതിനെ ഹോൾഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ലോക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. അപ്പൊ ലോക്ക് ശരിക്കും പറഞ്ഞ ഒരു വേരിയബിൾ ആണ്. അതായത് ഓരോ ഡാറ്റാബേസ് ഐറ്റത്തിനും ഓരോ ലോക്ക് എന്നുള്ളൊരു ലോക്ക് വേരിയബിൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ലോക്ക് വേരിയബിളിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ആ ഒരു വേരിയബിളിൽ ഒരു ട്രാൻസാക്ഷനിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഒരു XYZ എന്നുള്ള ഡാറ്റാബേസ് ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കാം ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൽ. അപ്പൊ XYZ എന്നുള്ള 3 ഡാറ്റാബേസ് ഐറ്റത്തിനും ഓരോ ലോക്ക് വേരിയബിളും കൂടി കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ലോക്ക് വേരിയബിളിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ലോക്ക് വേരിയബിളിന്റെ സ്റ്റാറ്റസ് എന്താണോ അതിന് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പോണുള്ളൂ. ആ സ്റ്റാറ്റസ് എന്താണോ അതനുസരിച്ചാണ് അത് ഏത് ഡാറ്റാബേസ് ആയിട്ടാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡാറ്റാബേസ് ഐറ്റത്തിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് യൂസേഴ്സിന് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതെല്ലാം ഈ ലോക്ക് വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസിന്റെ ഓപ്പറേഷൻസ് എല്ലാം സിങ്ക്രണൈസ് ചെയ്യുന്നത്. ഇനി അത് എങ്ങനെയാണ് ചെയ്യാം, ലോക്ക് എന്താണ് അല്ലെങ്കിൽ ലോക്ക് വേരിയബിളിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. ആക്ച്വലി നമുക്ക് 2 മോഡ്സ് ഓഫ് ലോക്ക് ഉണ്ട്, ഷെയർഡ് ലോക്കും എക്സ്ക്ലൂസീവ് ലോക്കും. അതായത് ഒരു ഡാറ്റാബേസ് ഐറ്റം എടുത്താൽ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഡാറ്റാബേസ് ഐറ്റത്തിനെല്ലാം 2 ടൈപ്പ് ഓഫ് ലോക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന് ഷെയർഡ് ലോക്കും രണ്ടാമത്തത് എക്സ്ക്ലൂസീവ് ലോക്കും. അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ ഒരു ഡാറ്റാബേസ് ഐറ്റത്തിന് ഷെയർഡ് ലോക്കാണ് ഗ്രാൻഡ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ട്രാൻസാക്ഷനിൽ ഷെയർഡ് ലോക്കാണ് ആ ഡാറ്റാബേസ് ഐറ്റത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തേക്കണമെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആ ട്രാൻസാക്ഷനിൽ നമുക്കിപ്പം ആ ലോക്ക് ഏത് ഡാറ്റാബേസ് ആയിട്ടാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡാറ്റാബേസ് ഐറ്റത്തിനെ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതിനെ റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കൊരു ഡാറ്റാബേസ് ഐറ്റം ക്യൂ എന്നുള്ള, അപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ തന്നേക്കുന്നത് ക്യൂ എന്നുള്ള ഒരു ഡാറ്റാബേസ് ഐറ്റം ഉണ്ട്. അതിന് TI എന്നുള്ള ട്രാൻസാക്ഷനിൽ ഷെയർഡ് ലോക്കാണ് കൊടുത്തേക്കണത്. ഓക്കെ, ഷെയർഡ് ലോക്കാണ് പ്രൊവൈഡ് ചെയ്തേക്കണമെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ആ ട്രാൻസാക്ഷനിൽ ക്യൂ എന്നുള്ള ഡാറ്റാബേസ് ഐറ്റത്തിന് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു സ്റ്റാറ്റസ് ക്യൂ എന്നുള്ള ഡാറ്റാബേസ് ഐറ്റത്തിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർഡ് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസ് ഐറ്റത്തിന് ഒരു ട്രാൻസാക്ഷനിൽ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ആ ട്രാൻസാക്ഷനിൽ
അതിന് നമുക്ക് റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതാണ് ഷെയർഡ് ലോക്ക്. ഓക്കെ, ഇനി എക്സ്ക്ലൂസീവ് ലോക്ക് മോഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ട്രാൻസാക്ഷനിൽ ആ ക്യൂ എന്നുള്ള ഡേറ്റാബേസ് ഐറ്റത്തിന് റീഡ് ചെയ്യാനും പറ്റും, നമുക്ക് റൈറ്റ് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നതാണ് എക്സ്ക്ലൂസീവ് ലോക്ക്. ഷെയർഡ് ലോക്ക് ക്യാപിറ്റൽ എസ് വെച്ച് ഡിനോട്ട് ചെയ്യും, എക്സ്ക്ലൂസീവ് ലോക്ക് ക്യാപിറ്റൽ എക്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഡേറ്റാബേസ് ആയിട്ട് എടുത്താലും അതിന് ഈ പറഞ്ഞ ലോക്ക് വേരിയബിൾ ഉണ്ടാവും. അത് ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ് ആയിരിക്കും. എസ് എന്നുള്ളത് ഷെയർഡ് മോഡാണ്, എക്സ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് മോഡാണ്. ഷെയർഡ് മോഡാണ് ഒരു ഡേറ്റാബേസ് ഐറ്റത്തിന് കിട്ടിയിരിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു ട്രാൻസാക്ഷനിൽ ആ ഡേറ്റാബേസ് ഐറ്റം നമുക്ക് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും, പക്ഷെ ഒരിക്കലും നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി എക്സ്ക്ലൂസീവ് മോഡാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റീഡ് ഓപ്പറേഷനും ചെയ്യാൻ പറ്റും, റൈറ്റ് ഓപ്പറേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെന്താ ആ ഒരു ട്രാൻസാക്ഷനിൽ ആ ഒരു ഡേറ്റാബേസ് ഐറ്റത്തിന് എന്താണോ ലോക്ക് ഗ്രാൻഡ് ചെയ്തേക്കുന്നത് അതിന് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അതിന് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു ഡേറ്റാബേസ് ഐറ്റം എടുത്താൽ ഒരു ട്രാൻസാക്ഷൻ അല്ല, കുറെ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ ആക്സസ് ചെയ്യുന്നുണ്ടാവും മറ്റേ ടൈം. അപ്പൊ ഈ ലോക്കിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ലോക്കിന്റെ ഏത് ലോക്ക് മോഡ് ആണെന്ന് അനുസരിച്ചിട്ടാണ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് സെയിം ഡേറ്റാബേസ് ഐറ്റം അവിടുന്ന് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും ഒക്കെ പെർഫോം ചെയ്യണത്. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ ഒരു ഡേറ്റാബേസ് ഐറ്റത്തിൽ എക്സ്ക്ലൂസീവ് മോഡാണ് ഓഫർ ചെയ്തേക്കണമെങ്കിൽ, ഗ്രാൻഡ് ചെയ്തിട്ടുള്ളെങ്കിൽ വേറൊരു ട്രാൻസാക്ഷനിലും അതിന് വേറെ ഓപ്പറേഷൻസ്, അതിനൊരു ലിമിറ്റേഷൻസ് അവിടെ വെച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ഇനി ആ പ്രോട്ടോകോൾ വർക്ക് ചെയ്യണമെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഓർത്തിരിക്കുക, ലോക്ക് വേരിയബിൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഷെയർഡ് ലോക്ക് വേരിയബിളും ഉണ്ട്, എക്സ്ക്ലൂസീവ് ലോക്ക് വേരിയബിളും ഉണ്ട്. എക്സ്ക്ലൂസീവ് ലോക്ക് വേരിയബിൾ ലോക്ക് മോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാനും പറ്റും, ആ ഡേറ്റാബേസ് ഐറ്റം റൈറ്റ് ചെയ്യാനും പറ്റും, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ഡേറ്റാബേസ് ഐറ്റം എടുത്താലും ഈ പറഞ്ഞ ലോക്ക് വേരിയബിൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്തൊരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര നാളും കണ്ട ട്രാൻസാക്ഷനിൽ നമുക്ക് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും മാത്രമാണ് നമ്മൾ പെർഫോം ചെയ്തോളൂ. പക്ഷെ ഇതിനകത്തൊരു ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ലോക്ക് ഓരോ ഡേറ്റാബേസ് ഐറ്റത്തിനും ഓരോ ലോക്ക് വേരിയബിളും കൂടി പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഈ പറഞ്ഞ റീഡ് ലോക്ക്. റീഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഷെയർഡ് ലോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റീഡ് ലോക്ക് വൈ എന്നുള്ള ഡേറ്റാബേസ് ഐറ്റത്തിന് റീഡ് ലോക്ക് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഷെയർഡ് ലോക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ T1 എന്നുള്ള ട്രാൻസാക്ഷനിൽ റീഡ് ഓപ്പറേഷൻ മാത്രമാണ് T1 ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ റീഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അൺലോക്ക് ചെയ്തു. ഓക്കെ, പിന്നെ T2 സ്വിച്ച് ചെയ്തപ്പം അഗെയിൻ എക്സ് എന്നുള്ള ഡേറ്റാബേസ് ഐറ്റത്തിൽ റീഡ് ലോക്ക് കിട്ടി. റീഡ് ലോക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഷെയർഡ് ലോക്ക് കിട്ടി. ആ ഐറ്റത്തിനെ റീഡ് ചെയ്തു, അതിനെ അൺലോക്ക് ചെയ്തു. ഈ റൈറ്റ് ലോക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ലോക്ക്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒന്നുകിൽ ഷെയർഡ് ലോക്ക് എന്ന് എഴുതാം, S(y) എന്ന് എഴുതാം, ഷെയർഡ് ലോക്ക് ആണെങ്കിൽ. അതായത് റീഡ് ലോക്ക് എന്നുള്ളതിന് പകരം S(y) എന്ന് എഴുതാം, എന്നാലും സെയിം മീനിങ്, ഷെയർഡ് ലോക്ക് ആണ്. റീഡ് ലോക്ക് എന്ന് പറഞ്ഞാലും ഷെയർഡ് ലോക്ക് ആണ്. പിന്നെ എക്സ്ക്ലൂസീവ് ലോക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൈറ്റ് ലോക്ക് എന്നും എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ് എന്നുള്ള രീതിയിലും രണ്ട് തരത്തിലും എഴുതാം. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ലോക്ക് അൺലോക്ക് ഓരോ ട്രാൻസാക്ഷൻസിലും കൊടുത്തിരിക്കുന്നത്, ഷെയർഡ് ലോക്ക് കൊടുത്തിരിക്കുന്നത്, എക്സ്ക്ലൂസീവ് ലോക്ക് കൊടുത്തിരിക്കുന്നത്, സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ സാധാരണ ട്രാൻസാക്ഷൻസിലെ റീഡ് ഓപ്പറേഷൻസും റൈറ്റ് ഓപ്പറേഷൻസും കൂടാതെ ഇതിനകത്ത് നമുക്ക് ഐസൊലേറ്റീവ് മാനറിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള എന്താണ് ലോക്ക് പ്രോട്ടോകോൾസും കൂടി ഇതിനകത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഏത് ലോക്ക് ഗ്രാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ യൂസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ റിലീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അൺലോക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഷെയർഡും എക്സ്ക്ലൂസീവും എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്? അതായത് ഒരു ഡേറ്റാബേസ് ഐറ്റത്തിന് ഒരു ഷെയർഡ് ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസിന് ആ ഡേറ്റാബേസ് ഐറ്റം ഏത് രീതിയിലാണ് പ്രിവിലേജസ് ഗ്രാൻഡ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനാണ് നമ്മൾ കോമ്പാറ്റിബിലിറ്റി ഫംഗ്ഷൻ ഓൺ ലോക്ക് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഈ ഒരു ഡയഗ്രം നോക്കിയാൽ മതി, ഇതാണ് കോമ്പാറ്റിബിലിറ്റി മെട്രിക്സ്. ഓക്കെ, കോമ്പാറ്റിബിലിറ്റി ലോക്ക് മെട്രിക്സ്. അപ്പൊ ഇതിനകത്ത് ഒരു മെട്രിക്സ് പോലെ തന്നിരിക്കുകയാണ്. അതായത് ഷെയർഡ് ലോക്കും കൊടുത്തിട്ടുണ്ട്, എക്സ്ക്ലൂസീവ് ലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടും അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ വെർട്ടിക്കൽ സൈഡ്, അതായത് കോളം റോ സൈഡ് നോക്കുമ്പോൾ എസും എക്സും കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ ഡേറ്റാബേസ് ഐറ്റത്തിലുള്ള ലോക്കാണ് താഴത്തേക്ക് കൊടുത്തേക്കുന്നത്. ഇനി ഹൊറിസോണ്ടൽ ലെവലിൽ കൊടുത്തിരിക്കുന്നത് ഇനി റിക്വസ്റ്റ് ചെയ്യുന്ന ലോക്കാണ്. അതായത് ഒരു ഡേറ്റാബേസ് ഐറ്റത്തിന് ഓൾറെഡി ഷെയർഡ് ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡേറ്റാബേസ് ഐറ്റത്തിന് ഷെയർഡ് ലോക്ക് ഇനി റിക്വസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടും. ഓക്കെ, അതായത് ആ കോമ്പാറ്റിബിലിറ്റി മെട്രിക്സ് എടുക്കുക. അതിനകത്ത് ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ എസ് ആണ്. ഫസ്റ്റ് റോ എസ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസ് ഐറ്റം
ഡാറ്റാബേസ് ഐറ്റത്തിൽ ഷെയർഡ് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ വേറൊരു ട്രാൻസാക്ഷനിൽ ഷെയർഡ് ലോക്ക് റിക്വസ്റ്റ് കൊടുത്താൽ അത് ട്രൂ ആണ്. അതാണ് എസിന്റെ അവിടെ ട്രൂ കാണിച്ചിരിക്കുന്നത്. ഇനി ഓൾറെഡി ഷെയർഡ് ലോക്കിൽ ഇരിക്കുന്ന സാധനത്തിന് നമുക്ക് എക്സ്ക്ലൂസീവ് ലോക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സ്ക്ലൂസീവ് ലോക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്, റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ളതാണ്. എക്സ്ക്ലൂസീവ് ലോക്ക് ആവണം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഡാറ്റാബേസ് ഐറ്റത്തിൽ വേറെ ലോക്ക് ഒന്നും പാടില്ല. ഷെയർഡ് ലോക്കോ വേറെ എക്സ്ക്ലൂസീവ് ലോക്കോ ഒന്നും പാടില്ല. അപ്പോൾ ഓൾറെഡി ഷെയർഡ് ലോക്കിൽ ഇരിക്കുന്ന സാധനത്തിന് ഡാറ്റാബേസ് ഐറ്റത്തിന് വേറൊരു ട്രാൻസാക്ഷനിൽ എക്സ്ക്ലൂസീവ് ലോക്ക് റിക്വസ്റ്റ് ഫോൾസ് ആയിട്ട് വരും. ഓക്കെ, ഇനി സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോയിൽ ഓൾറെഡി ഡാറ്റാബേസ് ഐറ്റത്തിൽ എക്സ്ക്ലൂസീവ് ലോക്ക് ആണ്, എക്സ് ആണ് കിടക്കുന്നത്. അപ്പോഴും എന്താണ്, നമുക്ക് ഷെയർഡ് ലോക്ക് അവിടെ ഫോൾസ് ആ. വേറൊരു ട്രാൻസാക്ഷൻ ഷെയർഡ് ലോക്ക് റിക്വസ്റ്റ് കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല, ഫോൾസ് ആയിട്ടാണ് വന്നത്. കാരണം എക്സ്ക്ലൂസീവ് ലോക്കിൽ ഇരിക്കുമ്പോൾ വേറെ ലോക്കുകൾ വേറെ റിക്വസ്റ്റ് ഒന്നും അവിടെ ആ ഡാറ്റാബേസ് ഐറ്റത്തിന് പ്രോസസ്സ് ചെയ്യില്ല. ഓക്കെ, എക്സ്ക്ലൂസീവ് ലോക്കിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ആ ഡാറ്റാബേസ് ഐറ്റം വേറെ ട്രാൻസാക്ഷനിൽ റീഡോ റൈറ്റോ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ മെട്രിക്സ് വെച്ച് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി ഒരു ട്രാൻസാക്ഷൻ ഷെയർഡ് ലോക്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് ഐറ്റം വേറൊരു ട്രാൻസാക്ഷനിൽ ഷെയർഡ് ലോക്ക് റിക്വസ്റ്റ് പോസിബിൾ ആണ്. ഷെയർഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡാറ്റാബേസ് ഐറ്റം പല ട്രാൻസാക്ഷനിൽ ഷെയർ ചെയ്യാം. പക്ഷെ എക്സ്ക്ലൂസീവ് ലോക്കിൽ ഇരിക്കുന്ന സാധനത്തിന് വേറെ ട്രാൻസാക്ഷനിൽ ഒരു ലോക്കും നമുക്ക് റിക്വസ്റ്റ് പോസിബിൾ ആവില്ല. അതാണ് ഈ പറഞ്ഞ കോമ്പാറ്റബിലിറ്റി മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് ജസ്റ്റ് എസ് ആവുമ്പോൾ ട്രൂ ആണ്. ഷെയർഡ് ലോക്കിൽ ഇരിക്കുന്ന സാധനം ഷെയർഡ് ലോക്കിൽ റിക്വസ്റ്റ് കൊടുത്താൽ അവിടെ ട്രൂ ആണ്. ഷെയർഡ് ലോക്കിൽ ഇരിക്കുന്ന സാധനം എക്സ്ക്ലൂസീവ് ലോക്കിന് റിക്വസ്റ്റ് വന്നാൽ അവിടെ ഫോൾസ് ആണ്. കാരണം എക്സ്ക്ലൂസീവ് ലോക്ക് ഗ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസ് ആയിട്ട് ഫ്രീ ആയിരിക്കണം, വേറെ ലോക്ക് ഒന്നും വരാൻ പാടില്ല. ഓൾറെഡി എസ് ലോക്കിൽ ഇരിക്കുന്ന സാധനത്തിന് എക്സ്ക്ലൂസീവ് ലോക്ക് ഫോൾസ് ആണ്. ദെൻ നെക്സ്റ്റ് റോ എടുത്താൽ എക്സ്ക്ലൂസീവ് ലോക്കിൽ ഇരിക്കുന്ന ഡാറ്റാബേസ് ഐറ്റത്തിന് ഷെയർഡ് ലോക്ക് പോസിബിൾ അല്ല. ഓക്കെ, ഷെയർഡ് ലോക്ക് കിട്ടണമെന്ന് എക്സ്ക്ലൂസീവ് ലോക്കിലുള്ളപ്പോൾ വേറെ ലോക്കൊന്നും അവിടെ പെർമിറ്റ് ചെയ്യില്ല. അതുപോലെ എക്സ്ക്ലൂസീവ് ലോക്കിലുള്ളതിന് വേറെ ട്രാൻസാക്ഷൻ ആ സെയിമിന് തന്നെ എക്സ്ക്ലൂസീവ് ലോക്ക് റിക്വസ്റ്റ് കൊടുത്താലും അവിടെ അത് പ്രോസസ് ചെയ്യില്ല. അപ്പൊ അതാണ് ഈ പറഞ്ഞ കോമ്പാറ്റബിലിറ്റി മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അതിനകത്ത് ഈ പറഞ്ഞ മെട്രിക്സ് ഫോം ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. When a transaction requests a lock on database item in a particular mode and no other transaction has a lock on the same database item in a conflicting mode, the lock can be done. അതായത് ഒരു ട്രാൻസാക്ഷൻ ഒരു ഡാറ്റാബേസ് ഐറ്റത്തിന് ലോക്ക് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പൊ ആ ഡാറ്റാബേസ് ഐറ്റം വേറെ ഒരു ട്രാൻസാക്ഷനും അതിനെ ലോക്ക് ചെയ്തിട്ടില്ല, ലോക്ക്ഡ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, ആ ലോക്ക് ആ ട്രാൻസാക്ഷനിൽ ഗ്രാന്റ് ചെയ്യും. ഓക്കെ, അതായത് ഒരു ഡാറ്റാബേസ് ഐറ്റം വേറെ ഒരു ആളുമായിട്ട് ലോക്ക് അല്ല, വേറെ ഒരു ട്രാൻസാക്ഷനിൽ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ട്രാൻസാക്ഷനിൽ ആ ഡാറ്റാബേസ് ഐറ്റത്തിന് ലോക്ക് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് എ ട്രാൻസാക്ഷൻ T2 ഹാസ് എ ഷെയർഡ് ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ട്രാൻസാക്ഷൻ T1 അതിനകത്ത് എക്സ്ക്ലൂസീവ് മോഡിലുള്ള റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എക്സ്ക്ലൂസീവ് മോഡിലുള്ള ലോക്കിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് T1 കൊടുത്തു. ഓൾറെഡി T2 ഷെയർഡ് ലോക്കിൽ ഇരിക്കുന്ന സാധനം T1 എക്സ്ക്ലൂസീവ് ലോക്കിന് റിക്വസ്റ്റ് കൊടുത്താൽ അവിടെ എന്താണ്, T1 വെയിറ്റ് ചെയ്യണം. കാരണം എന്താ, T2 ഓൾറെഡി ഷെയർഡ് ലോക്കിൽ ഇരിക്കുകയാണ്. അപ്പൊ അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് T1 എക്സ്ക്ലൂസീവ് ലോക്ക് റിക്വസ്റ്റ് അവിടെ പ്രോസസ് ചെയ്യുള്ളൂ. അത് നമ്മൾ ആ മെട്രിക്സിൽ നിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. ഇനി അടുത്തത് ട്രാൻസാക്ഷൻ T3, വേറൊരു ട്രാൻസാക്ഷൻ T3 എന്ന് വിചാരിക്കാം. T3 ഒരു ഷെയർഡ് മോഡ് ലോക്ക് സെയിം ഡാറ്റാബേസ് ഐറ്റത്തിന് കൊടുക്കുക. അതായത് T2 ആണ് കേട്ടോ, T2 ഷെയർഡ് ലോക്കിൽ ഇരിക്കുന്ന സാധനത്തിന് T3 എന്നുള്ള ട്രാൻസാക്ഷനിൽ ഒരു ഷെയർഡ് ലോക്ക് കൊടുത്താൽ എന്താണ്, ആ ലോക്ക് റിക്വസ്റ്റ് നമുക്ക് ഗ്രാന്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഓൾറെഡി T2 ഷെയർഡ് ലോക്കിലാണ്, T3യും ഷെയർഡ് ലോക്കിലാണ് റിക്വസ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഷെയർഡ് ലോക്കിലുള്ള സാധനം വേറെ ഏത് ട്രാൻസാക്ഷനിലും ഷെയർഡ് ലോക്കിന് റിക്വസ്റ്റ് കൊടുത്താൽ അത് അവിടെ ഗ്രാന്റ് ചെയ്യും. കാരണം അത് റീഡ് ഓൺലി ഓപ്പറേഷൻസ് ആണ്. അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസിൽ സെയിം ഡാറ്റാബേസ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ റീഡും റൈറ്റും ഒരേ ടൈമിൽ പറ്റൂല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് കോമ്പാറ്റബിലിറ്റി മെട്രിക്സിലും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി T1 നെവർ ഗെറ്റ്സ് ദ എക്സ്ക്ലൂസീവ് മോഡ് ലോക്ക് ഓൺ ഡാറ്റാബേസ് ഐറ്റം. അതായത് നമ്മളിപ്പോ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന സാധനം സ്റ്റാർവേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് വന്നേക്കാം. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാല് അതായത് T2 ഒരു ഡാറ്റാബേസ് ഐറ്റം ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം ഷെയർഡ് മോഡിൽ. അപ്പൊ T1 വന്ന് എക്സ്ക്ലൂസീവ് മോഡിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. T1 വെയിറ്റ് ചെയ്യണം. T2 റിലീസ് ആവണ വരെ, T2 ഷെയർഡ് ലോക്കിൽ നിന്ന് റിലീസ് ആവണ വരെ T1 വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് എന്താണ്, വേറൊരു ട്രാൻസാക്ഷൻ T3 ഈ T2
ഷെയർഡ് ലോക്ക് റിക്വസ്റ്റ് കൊടുത്താൽ എന്താ, അത് അവിടെ പ്രോസസ് ചെയ്യും. കാരണം ഓൾറെഡി അത് ഷെയർഡ് ലോക്ക് മോഡിലാണ് വരുന്ന, റിക്വസ്റ്റ് ഷെയർഡ് ലോക്കിലാണ്, അത് രണ്ടും റീഡ് ലോക്കാണ്. അപ്പൊ എന്താണ്, T3യിലേക്ക് ഷെയർഡ് ലോക്ക് ഗ്രാൻഡ് ചെയ്യും. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്, ഈ T1 വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യേണ്ട എവിടെ വരെ വെയിറ്റ് ചെയ്യണം, ഈ T2ഉം T3യുടെയും ഓപ്പറേഷൻ കഴിയണ വരെ T1 വെയിറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ സ്റ്റാർവ്ഡ് ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് T1 എന്ന് പറഞ്ഞ സംഭവം അതാണ്, എക്സ്ക്ലൂസീവ് മോഡിലാണ് അതിന്റെ ലോക്ക് റിക്വസ്റ്റ് പോയേക്കുന്നത്. എക്സ്ക്ലൂസീവ് മോഡിൽ ലോക്ക് റിക്വസ്റ്റ് പോയാൽ അത് ഗ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റാബേസ് ഐറ്റം വേറെ ഒരു ട്രാൻസാക്ഷനിലും ഒരു ലോക്കിലും വരാത്ത സംഭവമായിരിക്കണം. അപ്പൊ ഇത് ഓൾറെഡി T2ലും എന്താണ് ഷെയർഡ് ലോക്കിൽ വന്നേക്കാണ്. വേറൊരു ട്രാൻസാക്ഷൻ T3യിലും റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രോസസ്സിങ് കഴിയണ വരെ, അത് അൺലോക്ക് റിലീസ് ആവണ വരെ എന്ത് ചെയ്യണം, T1ന് എക്സ്ക്ലൂസീവ് മോഡ് ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് സ്റ്റാർവേഷൻ. അതിനാണ് നമ്മൾ സ്റ്റാർവ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ സംഭവം തന്നെ, ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ തന്നെ കാര്യമാണ് ഈ 1, 2 സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോക്ക് റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കാം, ഒരു ഡേറ്റാബേസ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഏത് ട്രാൻസാക്ഷന് വേണമെങ്കിലും റീഡോ റൈറ്റോ ലോക്ക് മോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ പറഞ്ഞോളൂ. അപ്പൊ അതൊന്നും കൂടെ കുറച്ചും കൂടി പ്രോട്ടോകോൾ ബേസിസിൽ പറയുമ്പോൾ വി ഹാവ് 2 phase ലോക്കിംഗ് പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളൊരു ട്രാൻസാക്ഷൻ ലോക്ക് റിക്വസ്റ്റ് കൊടുക്കുന്ന ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂന്ന് ട്രാൻസാക്ഷൻസ് എന്ന് വിചാരിക്കുക, T1, T2, T3. അപ്പൊ അതിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുക്കണം എന്താണ്, ഒരു ഡാറ്റാബേസ് ഐറ്റം നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഷെയർ ലോക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു, അത് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, പിന്നെ ആ ലോക്ക് റിലീസ് ചെയ്യും. ഇനി വേറെ വേണമെങ്കിൽ സെയിം ട്രാൻസാക്ഷനിൽ തന്നെ വേറൊരു ഡാറ്റാബേസ് ഐറ്റത്തിന് എക്സ്ക്ലൂസീവ് മോഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ എക്സ്ക്ലൂസീവ് മോഡിൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഡാറ്റാബേസ് ഐറ്റം വേറെ ട്രാൻസാക്ഷനിലൊന്നും ലോക്കിലല്ല എന്നുണ്ടെങ്കിൽ അവിടെ ലോക്ക് ഗ്രാൻഡ് ചെയ്യുന്നു, അപ്ഡേറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു, എന്നിട്ട് ലോക്ക് റിലീസ് ചെയ്യണം. അപ്പം അത് ഇന്റർലീവ് ചെയ്യുമ്പം ഇങ്ങനെ ലോക്ക് അൺലോക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് ട്രാൻസാക്ഷൻസിന്റെ ഓപ്പറേഷൻസ് നമുക്ക് കാണേണ്ടി വരും. അപ്പൊ 2 phase ലോക്കിംഗ് പ്രോട്ടോകോൾ ആക്ച്വലി ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 2 phase ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡിങ് ഫേസും സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ശ്രിങ്കിങ് ഫേസും ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാം. അപ്പം എക്സ്പാൻഡിങ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷനിൽ ലോക്ക് റിക്വസ്റ്റ് എന്താണ് അക്വയർ ചെയ്യുന്ന ഫേസ് ആണ് എക്സ്പാൻഡിങ് അല്ലെങ്കിൽ ഗ്രോയിങ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ട്രാൻസാക്ഷനിൽ ഇതിനു മുമ്പ് കണ്ട ട്രാൻസാക്ഷന്റെ എക്സാമ്പിളിലൊക്കെ എന്താണ്, ഈ പറഞ്ഞ ട്രാൻസാക്ഷനിലൊക്കെ റീഡ് ലോക്ക് റിക്വസ്റ്റ് കൊടുത്തു, അൺലോക്ക് ചെയ്തു. T2ലാണ് ഈ ലോക്ക് റിക്വസ്റ്റ് കൊടുത്തു, ഒരു ലോക്ക് അൺലോക്ക് ചെയ്തു, വീണ്ടും അടുത്ത ലോക്ക് റിക്വസ്റ്റ് ചെയ്തു, അത് അൺലോക്ക് ചെയ്തു, പിന്നെ T1ലേക്ക് വന്നു, റൈറ്റ് ലോക്ക് റിക്വസ്റ്റ് കൊടുത്തു, അത് റൈറ്റ് ചെയ്തു, റീഡ് ലോക്ക് കൊടുത്തു, അങ്ങനെ അൺലോക്ക് ചെയ്തു. അതായത് ആകെ റീഡ് ലോക്ക് അതെല്ലാം പല പല മിക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ലോക്ക് റിക്വസ്റ്റും ലോക്ക് റിലീസ് ഒക്കെ. പക്ഷേ നമ്മുടെ 2 phase ലോക്കിംഗ് പ്രോട്ടോകോളിൽ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ അതിനകത്ത് നമുക്ക് 2 phase ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഒരു ഗ്രോയിങ് ഫേസും ശ്രിങ്കിങ് ഫേസും. അപ്പൊ ഗ്രോയിങ് ഫേസിൽ ഒരു ട്രാൻസാക്ഷനിൽ ഏതൊക്കെ ഡേറ്റാബേസ് ഐറ്റത്തിന് എന്തൊക്കെ ലോക്ക് റിക്വസ്റ്റ് വേണോ അല്ലെങ്കിൽ എന്തൊക്കെ ലോക്ക് വേണോ അതെല്ലാം ഫസ്റ്റ് ഫേസിൽ കൊടുക്കും, അതാണ് ഗ്രോയിങ് ഫേസ്. സെക്കൻഡ് ഫേസിലാണ് എന്ത് ചെയ്യുന്നത്, ആ ലോക്ക് അക്വയർ ചെയ്തതിനെല്ലാം റിലീസ് ചെയ്യണത്. അതായത് എല്ലാ അൺലോക്കും ഒരു ഫേസിൽ വരും, എല്ലാ ലോക്കും വേറൊരു ഫേസിൽ വരും. അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് പോയിന്റിലാണോ ഒരു ട്രാൻസാക്ഷനിൽ അതിന്റെ ഫൈനൽ ലോക്ക് അക്വയർ ചെയ്തത് അതിനാണ് നമ്മൾ ലോക്ക് പോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവണ്ട. അപ്പോൾ നമ്മളിപ്പോ ഒരു 2 phase ലോക്കിംഗ് പ്രോട്ടോകോൾ എടുത്താൽ അതിനകത്ത് ബേസിക്കലി 2 phases ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ലോക്ക് അക്വയറിംഗ് ഫേസ് അല്ലെങ്കിൽ ഗ്രോയിങ് ഫേസും, രണ്ടാമത്തെ ഫേസ് ലോക്ക് റിലീസ് ഫേസ്. ഓക്കെ, അപ്പൊ ലോക്ക് അക്വയറിംഗ് ഫേസിൽ എന്തായിരിക്കും, ആ ട്രാൻസാക്ഷന്റെ ഏതൊക്കെ ഡേറ്റാബേസ് ഐറ്റത്തിന് അവർക്ക് ലോക്ക് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യണോ അതിന്റെ എല്ലാ ലോക്ക് റിക്വസ്റ്റ് എന്നുള്ള ഫേസിൽ വരും. പിന്നെ ആ ട്രാൻസാക്ഷനിൽ അക്വയർ ചെയ്ത ലോക്കെല്ലാം റിലീസ് ചെയ്യണം. അത് പല കേസസിലുണ്ട്. ആ ലോക്ക് റിലീസ് ചെയ്യുന്ന ആ ഫേസ് ആണ് സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ ശ്രിങ്കിങ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു പുതിയ ടേമാണ് ലോക്ക് പോയിന്റ്. ലോക്ക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏത് പോയിന്റിലാണ് ഒരു ട്രാൻസാക്ഷൻ അതിന്റെ ലാസ്റ്റ് ലോക്ക് അക്വയർ ചെയ്ത പോയിന്റ്, അതാണ് ആ ട്രാൻസാക്ഷന്റെ ലോക്ക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ 2 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട്.
ഒന്ന് ടു ഫേസ് ലോക്കിങ്ങിൽ അല്ലാത്തതും, രണ്ടാമത് ടു ഫേസ് ലോക്കിങ്ങിലുള്ള രണ്ട് എക്സാമ്പിൾ. ഇപ്പൊ നോട്ട് ഇൻ 2PL എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏത് ട്രാൻസാക്ഷൻ എടുത്താലും അതിന് രണ്ട് ഫേസസ്, ലോക്കിംഗ് ഫേസും അൺലോക്കിംഗ് ഫേസസും ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് നോക്കാം, T1 എന്നുള്ള ട്രാൻസാക്ഷൻ എടുക്കാം, റീഡ് ലോക്ക് ഉണ്ട്, റീഡ് ഐറ്റം ഉണ്ട്, അൺലോക്ക് ഉണ്ട്, പിന്നെ വീണ്ടും റൈറ്റ് ലോക്ക് ഉണ്ട്. അതായത് ആ T1 എന്നുള്ള ട്രാൻസാക്ഷന് തന്നെ നമുക്ക് അതിന് രണ്ട് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം റീഡ് ലോക്ക് കൊടുത്തു, പിന്നെ റീഡ് ചെയ്തു, റൈറ്റ് ചെയ്തു, അൺലോക്ക് ചെയ്തു, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ വീണ്ടും അടുത്ത ഡാറ്റാബേസിനുള്ള റൈറ്റ് റിക്വസ്റ്റ് കൊടുത്തു, അത് കിട്ടി, അതിനെ അപ്ഡേറ്റ് ചെയ്തു, ലോക്ക് റിലീസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഒരു ടു ഫേസസ് ആയിട്ട് നമുക്ക് ലോക്കിങ്ങും അൺലോക്കിങ്ങും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നോട്ട് 2PL ആയിട്ട് പറയാം. പിന്നെ സെക്കൻഡ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി ഇൻ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ആണ്. കാരണം T1 എന്നുള്ള ട്രാൻസാക്ഷനിൽ ആവശ്യമുള്ള ലോക്കൊക്കെ ഫസ്റ്റ്, അതായത് നമുക്ക് ആ ഒരു ലോക്ക് അക്വയർ ചെയ്യേണ്ടത്, ലോക്ക് റിലീസ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് അൺലോക്ക് ഫേസസിൽ ഒരു ലോക്ക് അക്വയറിംഗും വന്നില്ല, അതുപോലെ തന്നെ ലോക്കിംഗ് ഫേസസിൽ ഒരു അൺലോക്കിങ്ങിന്റെ കമാൻഡ് വരുന്നില്ല. അങ്ങനെ നമുക്ക് രണ്ട് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആണ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ. അപ്പൊ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് അവിടെ ലാസ്റ്റ് ലോക്ക് റിക്വസ്റ്റ് കൊടുത്തത്, അതിനെയാണ് നമ്മൾ ലോക്ക് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് T1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഈ ട്രാൻസാക്ഷനിൽ ഏതൊക്കെ എന്താണ് ലോക്ക് വേണോ അതെല്ലാം ആദ്യമേ തന്നെ, റീഡ് ലോക്ക്, റൈറ്റ് ലോക്ക്, അതെല്ലാം ഫസ്റ്റ് തന്നെ കഴിഞ്ഞു. അതായത് ആ ഒരു ഫേസിൽ ലോക്ക് റിക്വസ്റ്റ് എല്ലാം നടക്കുന്നുണ്ട്, ലോക്ക് അക്വയറിംഗ് എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ ലോക്ക് റിലീസ് ഒന്നും നടക്കണില്ല. ഓക്കെ, ഇനി താഴേക്ക് വരുമ്പോഴാണ് ലോക്ക് റിലീസ് നടക്കുന്നത്. അപ്പൊ രണ്ട് ഫേസസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് T2 ആദ്യത്തെ സെക്ഷനിൽ ലോക്ക് അക്വയർ ചെയ്തു, പിന്നത്തെ സെക്ഷനിൽ ലോക്ക് റിലീസ് ചെയ്തു. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോളില് ലോക്കിന്റെ ഇടയിൽ ഒരു അൺലോക്കും വന്നില്ല, അതുപോലെ തന്നെ ഒരു അൺലോക്കിന്റെ ഇടയിൽ ഒരു ലോക്ക് കമാൻഡും വരുന്നില്ല. അങ്ങനെ നമുക്ക് രണ്ട് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന ട്രാൻസാക്ഷൻസ് വരുന്നതാണ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ഓർ 2PL എന്ന് പറയും. ഓക്കെ, ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് 2PL ഉണ്ട്. 2 ടൈപ്പ് ഓഫ് 2PL മെയിൻലി ഉള്ളത് കൺസർവേറ്റീവ് 2PL, സ്ട്രിക്റ്റ്, റിഗറസ്. 3 2PL ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കൺസർവേറ്റീവ്, സ്ട്രിക്റ്റ് 2PL, അതുപോലെ തന്നെ റിഗറസ് 2PL. അപ്പൊ അത് ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് 2PL. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു കണ്ടീഷൻ ഓർത്തിരുന്നാൽ മതി, ഒരു 2PLന്റെ കണ്ടീഷൻ. അപ്പൊ 2PL എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തിരിക്കുക, ലോക്ക് അക്വയറിങ്ങും ലോക്ക് റിലീസും രണ്ട് ഫേസസ് ആയിട്ട് കൊടുക്കുന്നതാണ് 2PL. അപ്പൊ അതിനകത്ത് കൺസർവേറ്റീവ് 2PL ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? It requires a transaction to lock all the item it accesses before the transaction begin execution. അതായത് ട്രാൻസാക്ഷന്റെ ബിഗിനിങ് തന്നെ, അതായത് അതിന്റെ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യണേക്കാളും മുമ്പ് തന്നെ ആ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റത്തിന്റെയും ലോക്ക് കിട്ടുന്നതാണ് കൺസർവേറ്റീവ് 2PL. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് കണ്ടപ്പോൾ, ഈ ഒരു ഓപ്പറേഷനിൽ കണ്ടപ്പോൾ, ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നത് 2PL ആണ്. പക്ഷെ അത് കൺസർവേറ്റീവ് 2PL എന്ന് പറയാൻ പറ്റില്ല. കാരണം ലോക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരു റീഡ് ഓപ്പറേഷൻ ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് T1 അതായത് ലോക്കുകളെല്ലാം കഴിഞ്ഞിട്ടല്ല റീഡ് ഓപ്പറേഷൻസും റൈറ്റ് ഓപ്പറേഷൻസും ചെയ്തേക്കുന്നത്. റീഡ് ലോക്ക് കഴിഞ്ഞു, റീഡ് ഐറ്റം ചെയ്ത്, റൈറ്റ് ലോക്ക് കഴിഞ്ഞു. അതൊരു ഫേസ് ആണ്, പക്ഷെ അതിനകത്ത് ലോക്ക് ഓപ്പറേഷൻസും റീഡ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ മിക്സ് ചെയ്ത് വന്നേക്കാം. പക്ഷെ കൺസർവേറ്റീവ് 2PL എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യമേ തന്നെ ആ ഡാറ്റാബേസ് ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലോക്ക് റിക്വസ്റ്റും ഫസ്റ്റ് തന്നെ കൊടുക്കുക. ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ ലോക്കെല്ലാം ആക്സസ് ചെയ്ത് വെക്കുന്നതാണ് കൺസർവേറ്റീവ് 2PL. അപ്പൊ ഇതിനകത്ത് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫസ്റ്റ് തന്നെ ലോക്ക് A എന്നുള്ള ഡാറ്റാബേസ് ഐറ്റത്തിന് എക്സും B എന്നുള്ള ഡാറ്റാബേസ് ഐറ്റത്തിന് ഷെയർഡ് ലോക്കും അക്വയർ ചെയ്തിട്ടാണ് അതിനകത്തുള്ള റീഡ് ഒക്കെ റൈറ്റ് ഒക്കെ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു കൺസർവേറ്റീവ് 2PL ആണ്. അപ്പൊ ഇത് 2PL ആവാൻ കാരണം എന്താണ്, ലോക്കെല്ലാം ഒരു ഫേസിലും അൺലോക്ക് എല്ലാം വേറെ ഫേസിലും. അതായത് ലോക്കിന്റെ ഇടയിലൊന്നും അൺലോക്കും വരുന്നില്ല, അൺലോക്ക് ഓപ്പറേഷൻസിന്റെ ഇടയ്ക്ക് ഒരു ലോക്കും അക്വയർ ചെയ്യാൻ നടക്കണില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന് 2 ഫേസ് എന്ന് പറയുന്നത്. ഇനി കൺസർവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും കൺസർവ് ചെയ്ത് വെക്കാം, ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡാറ്റാബേസ് ഐറ്റത്തിന്റെയും ലോക്ക് അക്വയർ ചെയ്യുന്നതാണ് കൺസർവേറ്റീവ് 2PL. ഇനി സ്ട്രിക്റ്റ് 2PL എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ നോക്കുക, എന്തായത് T does not release any of its exclusive write lock until after it commit or abort. അതായത് എക്സ്ക്ലൂസീവ് ലോക്ക് ഗ്രാൻഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് ഐറ്റം അത് കമ്മിറ്റോ അല്ലെങ്കിൽ അബോർട്ടോ ചെയ്യാതെ റിലീസ് ആവില്ല.
അതായത് ഈ ഒരു ഫിഗർ നോക്കുക, ഈ ഒരു ഫിഗറിൽ എക്സ്ക്ലൂസീവ് ലോക്ക് കിട്ടിയിരിക്കുന്ന സാധനത്തിന് കമ്മിറ്റ് ചെയ്താൽ, അതായത് അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമ്മിറ്റ് കഴിയാതെ അതിനെ അൺലോക്ക് ചെയ്യില്ല. അപ്പൊ ആദ്യം കമ്മിറ്റ് കഴിഞ്ഞിട്ടാണ് അതിനെ അൺലോക്ക് ചെയ്യുന്നത്. ഏതിനെ അൺലോക്ക് ചെയ്യുന്നത്? ഒരു എക്സ്ക്ലൂസീവ് ലോക്ക് വെച്ചിട്ടുള്ള ഡേറ്റാബേസ് ഐറ്റത്തിനെ അൺലോക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് സ്ട്രിക്റ്റ് 2PL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡെഡ് ലോക്ക് ഫ്രീ. അപ്പൊ ഈ എക്സാമ്പിളില് എ എന്നുള്ള ഡേറ്റാബേസ് ഐറ്റത്തിന് എക്സ്ക്ലൂസീവ് ലോക്കാണ് കിട്ടിയേക്കണത്. അപ്പൊ അത് എപ്പോഴാണ് അൺലോക്ക് ചെയ്യണത്? അൺലോക്ക് ബി ചെയ്യാൻ പറ്റും. കാരണം ബി എന്നുള്ള ഡേറ്റാബേസ് ഐറ്റത്തിന് ഷെയർഡ് ലോക്കാ. അത് കമ്മിറ്റിന് മുമ്പ് അൺലോക്ക് ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ എക്സ്ക്ലൂസീവ് ലോക്കിൽ വാങ്ങിയിരിക്കുന്ന സാധനം കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അൺലോക്ക് ചെയ്യാവുള്ളൂ. അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതാണ് സ്ട്രിക്റ്റ് 2PL. ഓക്കെ. ഇനി റിഗറസ് 2PL എന്ന് പറഞ്ഞാൽ ഇതിന് ഈ സ്ട്രിക്റ്റിനേക്കാളും കുറച്ചും കൂടി റെസ്ട്രിക്റ്റീവ് വേരിയേഷൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏത് ലോക്കാണെന്നുണ്ടെങ്കിലും, ഷെയർഡ് ലോക്കാണെന്നുണ്ടെങ്കിലും എക്സ്ക്ലൂസീവ് ലോക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അൺലോക്ക് ഷെയർഡിനാണെങ്കിലും മറ്റേ എക്സ്ക്ലൂസീവിനാണെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്നുള്ള വേരിയബിളിന് എക്സ്ക്ലൂസീവ് ലോക്കും ഉണ്ട്, ബി എന്നുള്ള വേരിയബിളിന് ഷെയർഡ് ലോക്കും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റീഡ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തു. കൺസർവേറ്റീവ് 2PL അങ്ങനെയാണല്ലോ, റീഡ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഷെയർഡ് ലോക്ക് ആണെന്നുണ്ടെങ്കിലും എക്സ്ക്ലൂസീവ് ലോക്ക് ആണെന്നുണ്ടെങ്കിലും അൺലോക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ സ്ട്രിക്റ്റ് 2PL നമ്മൾ എക്സ്ക്ലൂസീവ് മോഡിലുള്ളതിനെ എന്താണ്, അത് അതായത് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിന് റിലീസ് ചെയ്യാവുള്ളൂ, എക്സ്ക്ലൂസീവ് മോഡിലുള്ള ലോക്കിന്. പക്ഷെ റിഗറസ് 2PL എന്താണ്? അത് ഷെയർഡ് ആണെങ്കിലും എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിലും ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ അൺലോക്ക് ചെയ്യാവുള്ളൂ. അപ്പൊ അത്ര ആ ഡെഫിനിഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ. അപ്പം ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് സീരീസിന് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സ്ട്രിക്റ്റ് 2PL? എക്സ്പ്ലെയിൻ ദ വേരിയേഷൻസ് ഓഫ് സ്ട്രിക്റ്റ് 2PL. അപ്പൊ ഇത്രയും നല്ല എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണ്. എന്താണ് ഇത്, എന്തിനാണെന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. അപ്പം സ്ട്രിക്റ്റ് 2PL ഉണ്ട്, റിഗറസ് 2PL ഉണ്ട്, അതുപോലെ തന്നെ കൺസർവേറ്റീവ് 2PL ഉണ്ട്. കൺസർവേറ്റീവ് 2PL എന്ന് പറഞ്ഞാൽ ലോക്കൊക്കെ വാങ്ങിച്ചു വെക്കുക ആദ്യമേ തന്നെ, ബിഗിൻ ഓഫ് ദി എക്സിക്യൂഷൻ ലോക്കൊക്കെ കൺസർവ് ചെയ്ത് വെക്കുന്നതാണ് കൺസർവേറ്റീവ് 2PL. പിന്നെ സ്ട്രിക്റ്റ് 2PL എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് മോഡിലുള്ള ഡേറ്റാബേസ് ഐറ്റം ഏതെങ്കിലും എക്സ്ക്ലൂസീവ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ എക്സ്ക്ലൂസീവ് മോഡിലുള്ളതിന് അൺലോക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ കൺകറൻസി കൺട്രോൾ പ്രോബ്ലം വരും. പിന്നെ ലാസ്റ്റ് റിഗറസ് 2PL എന്ന് പറഞ്ഞാൽ ഷെയർ ലോക്ക് ആണെങ്കിലും എക്സ്ക്ലൂസീവ് ലോക്ക് ആണെങ്കിലും ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് അൺലോക്ക് ചെയ്യാവുള്ളൂ. അപ്പൊ അങ്ങനെ കണ്ടീഷൻ കൊടുക്കുന്നതാണ് റിഗറസ് 2PL. അപ്പൊ അത് മൂന്നും അതിന്റെ എക്സാമ്പിളും ആയിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ടത്. ഇത് മൂന്നും ഇങ്ങനത്തെ എക്സാമ്പിൾ എഴുതിയാൽ മതി, സ്ട്രിക്റ്റ് 2PL, റിഗറസ് 2PL ഒക്കെ.